ഹായ് എവരിവൺ, ബിയോണ്ട് ദ പ്ലേറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 200 ഗ്രാം ബോൺലെസ് ചിക്കൻ നീളത്തിൽ അരിഞ്ഞത്, ഒരു നാരങ്ങയുടെ മുറി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗാർലിക്, 1 ടീസ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലോർ. ആവശ്യത്തിന് ഉപ്പ്. കുക്കുംബർ, തക്കാളി, ഉള്ളി, ക്യാരറ്റ്, 1 ടീസ്പൂൺ ഒറിഗാനോ, ടൊമാറ്റോ സോസ്. 1/2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ ഓയിൽ, 1/2 കപ്പ് പാൽ. ഇനി പാലിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് 10 മിനിറ്റ് ആക്റ്റീവ് ആവാൻ വെക്കാം. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി എടുത്തു വെച്ച മസാലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങാ നീരും ഓയിലും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇനി സാൻഡ്വിച്ചിലേക്കുള്ള പിത്ത ബ്രെഡ് ഒന്ന് റെഡിയാക്കാം. അതിനായി മൈദയിലേക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആക്റ്റീവ് ആവാൻ വെച്ച മിൽക്ക് കൂടെ ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി കുറച്ച് ഓയിൽ കൂടി ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബ്രെഡ് ഒന്ന് തയ്യാറാക്കാം. ബ്രെഡ് റെഡിയാക്കാനുള്ള ഡോ ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു 3 ബോളാക്കി മുറിച്ചതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഈ പരത്തി വെച്ച ബ്രെഡ് ഓരോന്നായി ചുട്ടെടുക്കാം. ഇനി ഈ പിത്ത ബ്രെഡിൻ്റെ മേലെ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് വെജിറ്റബിൾസും ചിക്കനും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വിട്ടു പോവാതിരിക്കാൻ ഒരു ടൂത്ത് പിക്സ് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ പുറത്തേക്ക് കാണുന്ന തരത്തിൽ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.